നമസ്കാരം. യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കളരിപ്പയറ്റ്, കരാട്ടെ, ജൂഡോ തുടങ്ങിയ ഈ ആയോധന കലകൾ അഭ്യസിക്കുന്ന പലരെക്കുറിച്ച് അഭ്യസിക്കുമ്പോൾ നാം എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ അവരുടെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പുറത്ത് ഒരു പ്രായോഗിക തലത്തിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് പ്രയോഗിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും അവർ പരാജയപ്പെടും എന്നുള്ള ഒരു കാര്യം പൊതുവെ ചർച്ച ചെയ്യാറുള്ളതാണ്. അത് ഒരു പരിധിവരെ സത്യവുമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതൊരു അറിവും നമ്മുടെ പ്രായോഗിക തലത്തിൽ നാം അത് പ്രയോഗിക്കുമ്പോൾ അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ ഏതൊരു കാര്യമായാലും തിയറി ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതിന് വിപരീതമായി പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലായി നാം പ്രയോഗിക്കുമ്പോൾ നാം പഠിച്ച നിയമങ്ങൾക്ക് എതിരായി നമുക്ക് പ്രവർത്തിക്കേണ്ടതായി വരും. അപ്പോൾ ഇങ്ങനെ പ്രായോഗിക തലത്തിൽ നമ്മുടെ അറിവുകൾ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മുഴുവൻ അപ്പോഴുള്ള ആ സ്പോണ്ടാനിയസ് ആക്ഷനിലായിരിക്കുകയില്ല. അവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ ഓർത്തെടുക്കുവാൻ ശ്രമിക്കുകയും ആ ഒരു നിമിഷത്തിൽ അവർക്ക് ചെയ്യേണ്ട പ്രവൃത്തികളുടെ ഒരു കാര്യക്ഷമത നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് അതിൻ്റേതായ ഒരു ഒഴുക്ക് അവിടെ ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ ഫലമായി തന്നെ അവരുടെ പെരുമാറ്റങ്ങളിൽ അപ്പോൾ ഒരു വിചിത്രമായ ചില കാര്യങ്ങൾ അവിടെ പ്രകടമാവുകയും അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കാതെ വരികയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ആകർഷണ നിയമം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഇന്ന് സമൂഹത്തിൽ പൊതുവെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ആകർഷണ നിയമം പഠിച്ചതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വിജയിക്കാൻ സാധിക്കും എന്നുള്ള ധാരണ കൊണ്ട് ഈ നാം പഠിച്ചു വെച്ച ഈ നിയമങ്ങളെല്ലാം നാം നിത്യജീവിതത്തിൽ നമ്മുടെ തൊഴിലിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലോ അതുമല്ലെങ്കിൽ നമുക്ക് ധനം സമ്പാദിക്കേണ്ട കാര്യങ്ങളിലോ ആരോഗ്യത്തിലോ എല്ലാം ഈ ഒരു നിയമം അതേപടി പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം പരാജയപ്പെടാറുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു നിയമം അവിടെ പ്രയോഗിക്കുക എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കും നമ്മുടെ മനസ്സ് അപ്പോൾ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി സ്വതസിദ്ധമായി നമ്മളിൽ ചില കഴിവുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ DNA-യിൽ ചില കഴിവുകൾ അടങ്ങിയിട്ടുണ്ട്. ആ കഴിവുകളെ നമ്മുടെ ബ്രെയിനിൻ്റെ അമിതമായ ഉപയോഗം, ഈ നിയമങ്ങളിലുള്ള നമ്മുടെ അമിതമായ ശ്രദ്ധ കൊണ്ട് നമ്മുടെ മനസ്സിൽ സ്വതസിദ്ധമായി അടങ്ങിയിരിക്കുന്ന നമ്മുടെ കഴിവുകളെ തടസ്സപ്പെടുത്തുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. കാരണം ശാന്തമായിരിക്കേണ്ട നമ്മുടെ ബ്രെയിനിന് അപ്പോൾ ഒരു അമിത ഭാരം അനുഭവപ്പെടുകയാണ്. നാം നമ്മുടെ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നമ്മുടെ ഭയം കൊണ്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ പരിഭ്രാന്തി കൊണ്ടോ നാം പഠിച്ചെടുത്ത നമ്മുടെ ആകർഷണ നിയമങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തെടുക്കുവാൻ ശ്രമിക്കുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ നമ്മുടെ മനസ്സിനെ നിർബന്ധിക്കുകയും ചെയ്യും. ഇത് ഒരു റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കുകയും മിക്കവാറും സമയങ്ങളിലും സാഹചര്യങ്ങളിലും ഇത് പ്രയോഗിക്കുന്ന വ്യക്തികൾ ആ ആകർഷണ നിയമത്തിന് അവർ പഠിച്ചതിന് എതിരായി അവർ തന്നെ പെരുമാറുകയും അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് കൂടുതൽ എതിരായി മാറുകയും ചെയ്യും. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തം തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി തൻ്റെ മനസ്സിനെ നിർബന്ധിക്കുകയും അവരുടെ മനസ്സിൻ്റെ ശ്രദ്ധ മുഴുവൻ ചിന്നിച്ചിതറിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ആകർഷണ നിയമം ഉപയോഗിച്ച് ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇവരുടെ വിചിത്രമായ പെരുമാറ്റം കൊണ്ട് ആ വ്യക്തികൾ അവരിൽ നിന്നും കൂടുതൽ അകലുകയും ഇവരുടെ ശത്രുക്കളായി മാറുകയും ചെയ്യും. മറ്റു വ്യക്തികളെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ള
ആഗ്രഹം കൊണ്ട് ഈ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുവാനായി ആകർഷണ നിയമത്തിലെ തത്വങ്ങൾ അവർ പൊതു സമൂഹത്തിലോ അതുമല്ലെങ്കിൽ അവരുമായി ഇടപെടുന്ന വ്യക്തികളുടെ ഇടയിൽ പ്രയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഇവരുടെ പെരുമാറ്റത്തിൽ ചില വിചിത്രമായ ചില നീക്കങ്ങൾ അറിയാതെ തന്നെ സംഭവിക്കുകയും അത് മറ്റുള്ളവരുടെ ഉപബോധ മനസ്സ് അത് സെൻസ് ചെയ്യുകയും ഈ വ്യക്തിയെ അവരിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ധനവാനാകുവാൻ വേണ്ടി ചില അഫർമേഷൻസും അതുപോലെ തന്നെ ആകർഷണ നിയമത്തിലെ മറ്റ് ചില ധ്യാന പ്രക്രിയകളും ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ പോലുള്ള കാര്യങ്ങളും പരിശീലിക്കുമ്പോൾ അവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിപ്പോവുകയും യഥാർത്ഥത്തിൽ അവർക്ക് ആ നിമിഷത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർക്ക് ചെയ്യുവാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആകർഷണ നിയമം തങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നും തങ്ങളുടെ സ്വന്തം മനസ്സിൻ്റെ ഘടന എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നും നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആകർഷണ നിയമങ്ങൾ തങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുവാൻ പാടുള്ളതുള്ളൂ. അല്ലാത്ത പക്ഷം ഇത്തരം നിയമങ്ങളിലുള്ള നിങ്ങളുടെ അമിതമായ ശ്രദ്ധ നിങ്ങളുടെ പ്രവർത്തികളെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വിപരീതമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ വിപരീത ഫലങ്ങൾ നിങ്ങളിൽ പ്രത്യക്ഷമാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളെ നിങ്ങൾ കണ്ടെത്തുകയും നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആകർഷണ നിയമം ആ ആഗ്രഹങ്ങൾ സാധിക്കുവാനായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് വളരെ അധികം നിരീക്ഷിച്ചുകൊണ്ട് വളരെ അധികം പ്രായോഗികമായി പരിശീലിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത്തരം നിയമങ്ങളെ ആശ്രയിക്കുവാൻ. നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആകർഷണ നിയമത്തിലുള്ള നിങ്ങളുടെ അറിവ് കൊണ്ട് ആ അറിവുകൾ പ്രയോഗിക്കുന്നത് കൊണ്ട് പ്രപഞ്ച നിയമത്തിന് എതിരായി നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യമാണ്. അതായത് പ്രപഞ്ച നിയമങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തിയെടുക്കുവാനാണ് നിങ്ങൾ ആകർഷണ നിയമത്തെ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു.